ദൈവം നമ്മുടെ ജീവിതത്തിലെ സകലതും കാണുകയാണ്, ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല. ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേൽ 16-7 ദാവീദിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് ശമൂവേൽ യെശയ്യായുടെ ഭവനത്തിൽ ചെല്ലും. യെശയ്യായുടെ ഭവനത്തിൽ ചെന്ന് യെശയ്യാവ് തൻ്റെ മക്കളെയെല്ലാം ശമൂവേലിൻ്റെ മുമ്പിൽ അണിനിരത്തും. ശമൂവേലിന് പോലും തെറ്റിപ്പോയി. അപ്പോൾ ദൈവം പറഞ്ഞു, യഹോവ ശമൂവേലിനോട്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്ന പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ദൈവ ഹൃദയങ്ങളെയാണ് ഉറ്റുനോക്കുന്നത്. 139 സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ ഇങ്ങനെ നമുക്ക് കേൾക്കാം. വളരെ പ്രധാനപ്പെട്ട പ്രസിദ്ധമായ സങ്കീർത്തനമാണ്. യഹോവ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ മുഴുവനും അറിയാതൊരു വാക്കും എൻ്റെ നാവിന്മേലില്ല. ദൈവം മുഴുവനും അറിയാത്ത ഒരു വാക്ക് നമ്മുടെ നാവിലില്ല. യിരെമ്യാപ്രവാചകൻ്റെ പുസ്തകം 17-10 യിരെമ്യാപ്രവാചകൻ ഈ സത്യം നമ്മളെ ഓർമ്മിപ്പിക്കും. യിരെമ്യാ 17:10 പറയുന്നത്, യഹോവയാ, ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവചന ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ദൈവം ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ്. ലൂക്കോസ് 16:15 അനേക വേദഭാഗങ്ങൾ ഈ സത്യം ആവർത്തിക്കുകയാണ്. ലൂക്കോസ് 16:15 ദൈവത്തിൻ്റെ വനിത സുവിശേഷൻ ഇപ്രകാരം പറയുകയുണ്ടായി, അവൻ അവരോട്, നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവരാകുന്നു. ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പത്രേ. യോഹന്നാൻ 2:25 കർത്താവ് യേശുക്രിസ്തു വ്യക്തമായി പറഞ്ഞു, താൻ സകല മനുഷ്യരുടെ ഹൃദയങ്ങളെ അറിയുന്നുകൊണ്ട് മറ്റാരുടെയും അഭിപ്രായം തനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ഒരാളെക്കുറിച്ച് നാം മറ്റുള്ളവരെക്കുറിച്ച് പറയുന്ന അഭിപ്രായം ദൈവത്തിന് മുമ്പിൽ പോലും പ്രാർത്ഥനയിൽ പറയാറുണ്ട്. പക്ഷേ ദൈവത്തിന് എല്ലാം അറിയാം. അവിടെ പറയുന്നത്, മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കാൻ. യോഹന്നാൻ 2:25 തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെ സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. എബ്രായലേഖനം 4-ാം എബ്രായലേഖനം 4-ാം 12-13 വാക്യങ്ങളിൽ വളരെ ശക്തമായിട്ട് ഈ സത്യം ഓർമ്മപ്പെടുത്തും. അവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഇപ്പോൾ രഹസ്യങ്ങളെല്ലാം ദൈവത്തിൽ വെളിപ്പെടുകയാണ്. അന്ത്യനാളിലെല്ലാം വെളിപ്പെടും. ഇതുവരെ ആരും അറിയാതെ ഒളിച്ചു വെച്ചത് എല്ലാം വെളിപ്പെടുകയാണ്. അത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും വെളിപ്പെടും. നമ്മുടെ ചുറ്റും കൂടി വന്ന ന്യായ ദിവസത്തിൽ എല്ലാവരുടെ മുമ്പിൽ അത് വെളിപ്പെടും. ഒരു പാപവും മറച്ചിരിക്കില്ല. കർത്താവ് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചിട്ടില്ലാത്ത, ശുദ്ധീകരണം പ്രാപിച്ചിട്ടില്ലാത്ത സകല പാപവും, കർത്താവ് യേശുവിൻ്റെ രക്തം കൊടുത്താൽ ശുദ്ധീകരണം പ്രാപിച്ചിട്ടില്ലാത്ത സകല പാപവും വെളിപ്പെടും. മത്തായി 26:28 ക്രിസ്തു ഇപ്രകാരമാണ് പറഞ്ഞത്, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. കർത്താവ് യേശുവിൻ്റെ രക്തവുമായി ബന്ധപ്പെട്ട് സ്നാനത്തിലൂടെ ആ രക്തമായി സമ്പർക്കം പുലർത്തുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയപ്പെടും. വീണ്ടും നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ജീവിക്കുമ്പോഴും യോഹന്നാൻ്റെ ലേഖനത്തിൽ വ്യക്തമായി പറഞ്ഞു, അവൻ വെളിച്ചത്തിലിരിക്കുന്നവർ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ അവൻ്റെ രക്തം, ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രൻ്റെ യേശുവിൻ്റെ രക്തം സകല പാപവും മുക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇപ്പോൾ വചനമനുസരിച്ച് സ്നാനം ഏറ്റിട്ടില്ല എങ്കിൽ ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ പാപത്തെ ഒരിക്കലും തൊടുന്നില്ല, കഴുകുന്നില്ല, വെടിപ്പാക്കുന്നില്ല. സ്നാനമേൽക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രക്തം അവൻ്റെ മരണമടക്ക വീർപ്പിലൂടെ അനുരൂപപ്പെടുമ്പോൾ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയപ്പെടും. വീണ്ടും ജനിച്ചൊരു ദൈവപരിയുടെ ജീവിതത്തിൽ പറ്റുന്ന അബദ്ധങ്ങൾ, അറിവില്ലായ്മകൾ, തെറ്റുകുറ്റങ്ങൾ വെളിച്ചത്തിൽ നടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ താല്പര്യവും ദൈവത്തോനു വേണ്ടി ആയിരിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് ബഹുമാനിച്ച് ആരാധിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് യേശുവിൻ്റെ രക്തം അവനെ കഴുകി വെടിപ്പാക്കിക്കൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ ഈ പാപങ്ങളൊക്കെ, രഹസ്യങ്ങളൊക്കെ വെളിപ്പെടും. എത്ര വേദനാജനകമാണ്, എത്ര ഭയാനകമാണ്. മൂന്നാമതായിട്ട് ഒഴിവാക്കാനാകാത്ത സംഭവം. ആദ്യം നമ്മൾ കണ്ടു പിഴവ് പറ്റാത്ത വിലയിരുത്തൽ. 2 കുറ്റാരോപണത്തിനിടയാക്കുന്ന തെളിവുകൾ. 3 ഒഴിവാക്കാനാകാത്ത സംഭവം. റോമർ 2:12 വീണ്ടും ഒരിക്കൽ കൂടെ വായിക്കാം. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന ആളിൽ തന്നെ, സുവിശേഷപ്രകാരം. മറ്റൊരു വിസ്മയകരമായ സത്യം, ന്യായവിധി സുവിശേഷത്തിൻ്റെ മുഖ്യമായ ഘടകമാണ്. ന്യായവിധി എന്നത് സുവിശേഷത്തിലെ മുഖ്യമായ ഘടകമാണ്. എൻ്റെ സുവിശേഷപ്രകാരം ദൈവം ക്രിസ്തു മുഖാന്തരം നിങ്ങളെ ന്യായം വിധിക്കും സകല രഹസ്യങ്ങളും. അപ്പോൾ സുവിശേഷത്തിൻ്റെ ആ മഹത്വം കാണുക എന്നുള്ളത്, അവിടെ നമ്മൾ ഈ ന്യായവിധിയുടെ പശ്ചാത്തലത്തിൽ അത് കാണണം. സുവിശേഷത്തിൻ്റെ മഹത്വം അത് വലിയൊരു വിസ്മയമാണ്. അനേകം ആൾക്കാർ ന്യായവിധി ദിവസത്തിൽ അത്ഭുതപ്പെടും, വിസ്മയിക്കും. ദൈവം സകല രഹസ്യങ്ങളും
ദൈവം വെളിപ്പെടുത്തുന്ന അവസ്ഥയുടെ മുമ്പിൽ. അപ്പോൾ ഈ റോമാലേഖനം 2-ാം 16 നമ്മൾ എവിടെ ആരംഭിച്ചോ അവിടേക്ക് നമ്മൾ തിരിച്ചുകൊണ്ടുവരികയാണ്. ന്യായവിധിയിൽ നിന്ന് ആർക്കും ഓടി ഒളിക്കാൻ പറ്റില്ല. ചില മനുഷ്യർ ചിന്തിക്കുന്നത് ന്യായവിധിയെക്കുറിച്ച് വളരെ തെറ്റായ കാഴ്ചപ്പാടുകളുണ്ട്. അവ്യക്തമായ പ്രതീക്ഷ വെച്ച് പുലർത്താറുണ്ട് ചിലർ. അവരുടെ വിചാരം എല്ലാം അവസാനം നേരെയാകും, എല്ലാ പ്രശ്നങ്ങളും അവസാനം നേരെയാകും. സ്നേഹമാനായ ദൈവം, കരുണാസമ്പന്നായ ദൈവം ഒരിക്കലും ആരെയും നരകത്തിൽ വിടില്ല. ചിലരുടെ പ്രതീക്ഷയാണ് ന്യായവിധി ഒന്നുള്ളത് മനുഷ്യർക്ക് ഒരിക്കലും ഉണ്ടാകില്ല. അവസാനം എല്ലാം നേരെയാകും, സകല മനുഷ്യരും രക്ഷയിലേക്ക് വരും. സ്നേഹിക്കുന്ന ദൈവത്തിന് ആരെയും നരകത്തിൽ തള്ളിയിടാൻ പറ്റില്ല. ലോകപ്രസിദ്ധനായിരുന്നൊരു ഫ്രഞ്ച് എഴുത്തുകാരനുണ്ട്, വോൾട്ടയർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 1694 മുതൽ 1778 ജീവിച്ചൊരു മനുഷ്യൻ. അദ്ദേഹത്തോട് ഒരാൾ ഒരിക്കൽ ചോദിച്ചു, താങ്കൾ ദൈവത്തെ ഒരു നാൾ നേരിടേണ്ടി വരുമെന്ന് ഭയപ്പെടുന്നില്ലേ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി, ദൈവം എല്ലാവരോടും ക്ഷമിക്കും. അപ്പം ഇൻ്റർവ്യൂ ചെയ്ത മനുഷ്യൻ ചോദിച്ചാൽ അതിനുള്ള ഉറപ്പെന്താണ്? ദൈവം എല്ലാവരോടും ക്ഷമിക്കുമെന്നതിൻ്റെ ഉറപ്പെന്താണ്? അതിന് പറഞ്ഞ മറുപടി അദ്ദേഹം പറഞ്ഞത്, അതാണ് ദൈവത്തിൻ്റെ ജോലി. ദൈവം എല്ലാവരോടും ക്ഷമിക്കും. പക്ഷെ അങ്ങനെയുള്ളവരുടെ ജീവിതം വിസ്മയത്തിൽ വരും, അത്ഭുതപ്പെടും. കാരണം അവസാനം ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ സ്വർഗത്തിലേക്ക്, രക്ഷയിലേക്ക്, നിത്യതയിലേക്ക് പോകുന്നത് വളരെ വളരെ ചുരുക്കമായിരിക്കും. ഭൂരിപക്ഷം പേരും നരകത്തിൻ്റെ തീച്ചുളയിലേക്ക് പോകുന്നത് കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം പ്രതീക്ഷിച്ചതുപോലെയല്ല. ദൈവം കൃത്യമായ പദ്ധതി, മനുഷ്യൻ്റെ അനുസരിക്കേണ്ട അനുസരണത്തിനുള്ള പദ്ധതിയും വെച്ചിട്ടുണ്ട്. അത് അനുസരിക്കുന്നവർ മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ, അല്ലാത്തവരുടെ ദൈവം ക്ഷമിക്കില്ല. ക്രിസ്തുവിൻ്റെ രക്തം കഴുകുന്നത് വെളിച്ചത്തിൽ നടക്കുന്നവരിലാണ്. സുവിശേഷം അനുസരിക്കുന്നവരുടെ പാപമാണ് കഴുകപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം 13-14 ഗിരിപ്രഭാഷണ സമയത്ത് ക്രിസ്തു ഇപ്രകാരം ഒരു കാര്യം പറയും, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. മത്തായി 25-ാം 31-34 വാക്യങ്ങളിലും അത് നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ നേരത്തെ വായിച്ചതുപോലെ. കൂടാതെ മത്തായി 25-ാം 41 വാക്യം ഇങ്ങനെ കാണാം, പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും എൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. 46-ാം വാക്യം അതേ അധ്യായം. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്ക് പോകും. നിത്യദണ്ഡനം, നിത്യജീവൻ, രണ്ടവസ്ഥകളെ കാണാം. ക്രിസ്തുവിനെ അനുസരിക്കാത്തവർ നിത്യമായ ദണ്ഡനം, അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ന്യായവിധിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ന്യായവിധിയുടെ മാനദണ്ഡം സുവിശേഷമാണ്. പൗലോസ് പറഞ്ഞു, എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കും. പ്രവൃത്തികൾ 17:31 കൃത്യമായി നാം കണ്ടു, ദൈവം ഒരു പുരുഷനെ നിയമിച്ചു. എന്നിട്ട് ആ വ്യക്തിയെ ദൈവം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ന്യായവിധിയുടെ ഉറപ്പ് തന്നു. എബ്രായലേഖനം 9:27 വ്യക്തമാണ്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. ഒഴിവാകാൻ പറ്റില്ല, അത് ഒളിച്ച് ഓടാൻ പറ്റില്ല. അവിടെ പോയി നിന്നേ പറ്റൂ. അന്ന് സകല രഹസ്യങ്ങളും വെളിപ്പെടും. ഇത് നേരത്തെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇവിടെ വെച്ച് തന്നെ എല്ലാ രഹസ്യങ്ങളും ദൈവത്തോട് നിരപ്പായി തുറന്ന് ദൈവത്തോട് സംസാരിച്ച് നിരപ്പാകുക, അല്ലെങ്കിൽ അവസാനം ലജ്ജിക്കപ്പെടും. എല്ലാവരുടെ മുമ്പിൽ ന്യായവിധി ദിവസത്തിൽ സകല രഹസ്യങ്ങളും വെളിപ്പെടും. ലോകം കണ്ടതുപോലെ ആയിരിക്കില്ല അന്ന് നമ്മളെ തുറന്ന് കാണിക്കുമ്പോൾ ദൈവം. ഇപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി എന്നുള്ളത് നമ്മുടെ ഹൃദയമനുസരിച്ചാണ്. നമ്മുടെ വാക്കുകളും പുറമേ കാണിക്കുന്നതനുസരിച്ചല്ല. രഹസ്യങ്ങൾ, നമ്മുടെ ആന്തരികമായി നമ്മുടെ യഥാർത്ഥ അന്തസത്ത, നമ്മുടെ ഉൾക്കാമ്പ്, അത് ഹൃദയമാണ്. റോമലേഖനം 2:28-29 യഹൂദന്മാരെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയും, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, അക്ഷരത്തിലല്ല ആത്മാവിനാലുള്ള ഹൃദയ പരിച്ഛേദന. എത്രയും പരിച്ഛേദന, തൊലിയുടെ ഒരു അഗ്രം വെട്ടിക്കളഞ്ഞതല്ല പരിച്ഛേദന. അതിനേക്കാൾ ഉപരി ഹൃദയത്തിനകത്ത് ദൈവത്തുള്ള ബന്ധം, അതാണ് പ്രധാനം. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച കിട്ടും. അപ്പോൾ പുറമെ യഹൂദനായി യഹൂദ പാരമ്പര്യത്തിൽ കുടുംബത്തിൽ ജനിച്ചു വീണതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ദൈവഭയം, ദൈവഭക്തി അത് ആവശ്യമാണ്. അപ്പം ദൈവം ന്യായം വിധിക്കുന്നത് നമ്മുടെ ഹൃദയമനുസരിച്ചാണ്. വചനപ്രകാരം നമ്മുടെ ഹൃദയം എങ്ങനെയാണ്. കൂടാതെ മറ്റൊന്ന്, ദൈവത്തിൻ്റെ ന്യായവിധി സകല രഹസ്യങ്ങൾ വെളിപ്പെടും.
എബ്രായർ 2:4-13 കണ്ടു. അവൻ്റെ കൺമുമ്പിൽ മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അവൻ്റെ വചനം ജീവനും ചൈതന്യമായി ഇരുവായ്ത്തലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം നമ്മുടെ സകല രഹസ്യങ്ങളെ, പാപങ്ങളെയും ചിന്തനകളെയും എല്ലാം വെളിപ്പെടുത്തും. 1 കൊരിന്ത്യർ 4:3-5 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതുമ്പോൾ ഈ സത്യം ഓർമ്മപ്പെടുത്തും. 1 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4:3-5 വാക്യങ്ങൾ അവിടെ പറയുന്ന ഇപ്രകാരമാണ്: നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുവായ കാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ച് ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കൽ പുകഴ്ചയുണ്ടാകും. അതിനായിട്ട് നമ്മൾ ഒരുങ്ങണം. എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? മറ്റുള്ളവർ കളിയാക്കി, അപമാനിച്ച്, തെറ്റിദ്ധരിച്ചു, ഉപദ്രവിച്ചു ഹൃദയം മനസ്സിലാക്കിയില്ല. ആർക്കും കാണാൻ പറ്റില്ല. മനുഷ്യർ കാണുന്നതേ കാണുന്നുള്ളൂ. 1 ശമൂവേൽ 16:7 അവൻ്റെ മുഖമോ പൊക്കമോ നീ നോക്കരുത്. നമുക്കത് മാത്രമേ കാണാൻ പറ്റൂ. ഹൃദയത്തെ ദൈവത്തിന് കാണാം, അന്തരംഗങ്ങളെ ദൈവത്തിന് കാണാം. പൗലോസ് നിങ്ങൾ എന്നെ വിധിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ കാര്യമൊന്നുമല്ല. എൻ്റെ ഹൃദയം ദൈവത്തിനറിയാം. അത് ദൈവം വെളിപ്പെടുത്തും. ഇതാണ് വെളിപാട് പുസ്തകം 2-ാം വാക്യം തുയത്തേര സഭയോടുള്ള യേശുക്രിസ്തുവിൻ്റെ സന്ദേശം കൊടുക്കുമ്പോൾ വെളിപാട് 2:23 ഇങ്ങനെ പറയും: അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. തുയത്തേര സഭയോടുള്ള കർത്താവിൻ്റെ അരുളപ്പാട്. കൂടാതെ ദൈവത്തിൻ്റെ ന്യായവിധി ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നാം പാപങ്ങൾ മോചിക്കപ്പെട്ടവരാകണം. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കണം. അത് ദൈവപുത്രനായ ക്രിസ്തു യേശുവിലൂടെ മാത്രമാണ്. അപ്പോൾ പാപം എന്ന പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് പുത്രനൊരുക്കിയ പരിഹാരത്തിലൂടെയാണ്. ഇംഗ്ലീഷിൽ രസകരമായൊരു ബന്ധമുണ്ട്: സിൻ പ്രോബ്ലം സോൾവ്ഡ് ബൈ സൺ സൊല്യൂഷൻ. പാപം എന്ന പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് പുത്രനൊരുക്കിയ പരിഹാരത്തിലൂടെയാണ്. പുത്രനിലൂടെ മാത്രമേ പരിഹരിക്കപ്പെടൂ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ പരമയാഗം. അപ്പോൾ ന്യായവിധി ദിവസം ആർക്കും അതിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ തീരുമാനം തർക്കമറ്റതാണ്. കർത്താവ് യേശു മുഖപക്ഷമില്ലാതെ ഇടപെടും. ദൈവത്തിൻ്റെ ന്യായവിധി ഒഴിവാക്കാനാകാത്ത വാസ്തവമാണ്. അത് നിശ്ചയിച്ചിരിക്കുന്നതാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ: ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ ആരുമാകട്ടെ, ഈ ദിവസം വരും. ദൈവത്തിന് ഉറപ്പ് തന്നിട്ടുണ്ട്. നിശ്ചയമാണ്. ഇതൊരു നിയമനമാണ്. ന്യായവിധി ദിവസം. ആ ദിവസത്തിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ? എത്രയും പെട്ടെന്ന് ഒരുങ്ങണം. ഒന്നും മറച്ചു വയ്ക്കരുത്. ദൈവത്തോട് എല്ലാം തുറന്നു പറയണം. പാപങ്ങളെല്ലാം ദൈവത്തോട് സമ്മതിക്കണം. ആരും കാണാതെ, ഭാര്യ കാണാതെ, ഭർത്താവ് കാണാതെ, മക്കൾ കാണാതെ, സഭയിലെ വിശ്വാസികൾ കാണാതെ, ആരും കാണാതെ ഒളിച്ചു വെച്ചത് ഇതെല്ലാം ദൈവത്തിന് കാണാം. ദൈവത്തോട് എല്ലാം പറഞ്ഞ് നിരപ്പാകുക. ഈ ചോദ്യം ഗൗരവമായി കാണുന്നുണ്ടെങ്കിൽ, ന്യായവിധി ദിവസത്തിനായിട്ട് നാം ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഗൗരവമായി കാണുന്നുണ്ടെങ്കിൽ, നാം ഒരുപക്ഷെ തിരിച്ചറിയും നാം ആയിരിക്കേണ്ടതുപോലെ ഇതുവരെ ആയിട്ടില്ല. നാം ഇന്നുവരെ ഒരുങ്ങിയിട്ടില്ല. ദൈവത്തിൻ്റെ കൃപയും കരുണയുടെയും ഒരു വലിയ ആവശ്യത്തിലാണ് ഞാൻ. ദൈവത്തിൻ്റെ കൃപയും കരുണയും അല്ലാതെ എന്നെ സഹായിക്കാൻ മറ്റൊന്നുമില്ല. ആ ഒരു തിരിച്ചറിവ് നമുക്കെത്തിയാൽ ഒരു ദിവസം പോലും വൈകരുത്. കർത്താവിൻ്റെ നീട്ടിയ കരങ്ങളിലേക്ക് ഓടിച്ചെല്ലുക. അവൻ നമ്മെ ആശ്ലേഷിക്കും. സ്നാനപ്പെട്ടിട്ടില്ല എങ്കിൽ, സുവിശേഷം അനുസരിച്ചിട്ടില്ല എങ്കിൽ താമസിക്കരുത്. എഴുന്നേറ്റ് കർത്താവ് യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷ, അതായത് ക്രിസ്തുവിൻ്റെ അധികാരത്തെ തിരിച്ചറിഞ്ഞ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച് ദൈവമക്കളാകുക. അലക്സാണ്ടർ ചക്രവർത്തി ഒരു പട്ടണം വളഞ്ഞ് ഉപരോധിച്ച് കോട്ട കെട്ടി ചുറ്റും. എന്നിട്ട് ആ പട്ടണത്തിൽ വലിയൊരു വിളക്ക് കത്തിച്ച് വെച്ചു. രാവും പകലോ വിളക്ക് കത്തിക്കൊണ്ട് നിന്നു. എന്നിട്ട് അദ്ദേഹം അവിടെയുള്ള ആ പട്ടണത്തിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു: ഈ വിളക്ക് കത്തിക്കൊണ്ട് നിൽക്കുന്നിടത്തോളം നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാൻ, കീഴടങ്ങാനുള്ള സമയമുണ്ട്. ഈ വിളക്ക് കെടുത്തിക്കഴിഞ്ഞാൽ ഈ പട്ടണത്തിൽ ഒന്നും അവശേഷിക്കില്ല. കരുണയില്ലാത്ത ശിക്ഷ നടപ്പാകും. ഒരു കരുണയുണ്ടാകില്ല. അതേപോലെ ദൈവത്തിൻ്റെ ക്ഷമയുടെയും സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പാപക്ഷമയുടെയും വിളക്ക് ഇപ്പോഴും കത്തി നിൽക്കുകയാണ്. ഓടി അവൻ്റെ അടുക്കൽ നാം എത്തണം. അവൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലാൻ വൈകരുത്. കാരണം ഈ വിളക്ക് കെടുന്നൊരു ദിവസം വരുന്നു. വെളിച്ചമില്ലാതാകുന്ന ദിവസം വരുന്നു. അന്ന് വൈകിപ്പോകും. അതുവരെ കാത്തു നിൽക്കരുത്.
വാതിലടയുന്നവരെ കാത്തു നിൽക്കരുത്. ദൈവത്തിൻ്റെ നന്മ നിങ്ങളെ മാനസാന്തരത്തിലേക്ക് ഇന്ന് തന്നെ നടത്തട്ടെ. വൈകരുത്. ഇന്നെടുക്കേണ്ട തീരുമാനം ഇന്നെടുക്കണം. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നാളത്തേക്ക് വെക്കരുത്. ഇന്നുവരെ വചനമനുസരിച്ചിട്ടില്ലെങ്കിൽ കർത്താവിൻ്റെ സഭയിലെ സുവിശേഷകനെ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. വചനമനുസരിച്ച് ദൈവ പൈതലാകാൻ തീരുമാനമെടുക്കുക. പാപങ്ങൾ മറച്ചു വെച്ചൊരു ജീവിതമാണെങ്കിൽ ദിവസത്തിൽ ഇന്ന് തന്നെ നിലവിളിക്കുക. ദിവസത്തിൽ എല്ലാം തുറന്നു പറയുക. മൂടി വെച്ചതൊക്കെ പുറത്തെടുക്കുക. ദൈവം സഹായിക്കും. നിരപ്പാകേണ്ടവരോട് നിരപ്പാകുക. ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിക്കുക. തെറ്റിദ്ധരിപ്പിച്ചവരോട് പോയി സമ്മതിക്കുക കാര്യങ്ങൾ. കാരണം അവസാനം എല്ലാ രഹസ്യങ്ങളും വെളിയിൽ വരുമ്പോൾ പിന്നെ ഒരു അവസരമില്ല. ഇപ്പോൾ അവസരമുണ്ട്, പക്ഷെ വൈകരുത്. ദൈവം നിങ്ങളെ സഹായിക്കും.